നമസ്കാരം. മറ്റൊരു ശബരിമല തീർത്ഥാടന കാലം കൂടി വന്നെത്തുന്നതോടുകൂടി ശബരിമലയിലെ തീർത്ഥാടന സൗകര്യങ്ങൾ ഒരുക്കുന്ന തിരക്കിലേക്ക് ദേവസ്വം ബോർഡിൻ്റെ കൂടിയാലോചനകൾ പോകുന്നു. ഇതിനിടയിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത പുറത്തു വരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് തന്ത്രി കണ്ഠരര് രാജീവരെ SIT ചോദ്യം ചെയ്യുകയും പിന്നീട് അദ്ദേഹം അറസ്റ്റിലാവുകയും ജയിലിലാവുകയും ചെയ്തത് കേരളത്തിന് മറക്കാനാവില്ല. എന്നാൽ ശബരിമലയിൽ വീണ്ടും ഒരു മണ്ഡല മഹോത്സവകാലം വരുന്ന മുന്നോടിയായി ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിൽ കണ്ഠരര് രാജീവര് ദേവസ്വം ബോർഡിനൊരു കത്ത് നൽകിയിരിക്കുന്നു. ഈ വരുന്ന മണ്ഡലം മകരവിളക്ക് മഹോത്സവ കാലത്ത് ശബരിമലയിൽ തന്ത്രിയായി തന്നെ പരിഗണിക്കരുത്. തനിക്ക് അനാരോഗ്യം മൂലം അവിടെ അത്തരം സേവനങ്ങളിൽ വ്യാപൃതനാവാൻ സാധിക്കില്ല. പകരം തൻ്റെ മകൻ ബ്രഹ്മദത്തിനെ ശബരിമലയിൽ തന്ത്രിയായി അവരോധിക്കണം എന്നാണ് ദേവസ്വം ബോർഡിനോട് തന്ത്രി കത്തുമൂലം ആവശ്യപ്പെട്ടിരിക്കുന്നത്. താഴമൺ കുടുംബത്തിലെ പിന്തുടർച്ചാവകാശക്കാർക്കാണ് ശബരിമല ക്ഷേത്രത്തിൻ്റെ തന്ത്രം. രണ്ട് കുടുംബങ്ങളിലായി മാറി മാറി ഈ തന്ത്രം അനുഷ്ഠിച്ചു വരുമ്പോൾ കണ്ഠരര് രാജീവിൻ്റെ ഊഴമാണ് ഇനി 2026 ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലത്തുള്ള തന്ത്രി എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ചുമതലയാണ്, അദ്ദേഹത്തിൻ്റെ ഊഴമാണ്. എന്നാൽ ഈ തവണ തന്നെ തന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം ദേവസ്വം ബോർഡിനോട് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം മാത്രമല്ല കാരണം, മറിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് തന്ത്രിയുടെ പേര് അതിലേക്ക് വലിച്ചിഴക്കുകയും ശബരിമലയിലെ സ്വർണം കൊള്ള ചെയ്യുന്നതിന് വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അനുജ്ഞ നൽകിയത് തന്ത്രി കണ്ഠരര് രാജീവരാണ് എന്നൊക്കെയുള്ള വിവാദങ്ങൾ ഇപ്പോഴും സമൂഹമധ്യത്തിൽ ഉണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തേണ്ടത് തന്നെയാണ്, അന്വേഷിച്ച് അറിയേണ്ടത് തന്നെയാണ്. എന്നാൽ SIT അന്വേഷണം നടക്കുന്നതിനിടയിൽ തന്ത്രി കണ്ഠരര് രാജീവരെ ചോദ്യം ചെയ്യുകയും പിന്നീട് അദ്ദേഹം അറസ്റ്റിലാവുകയും ജയിലിലാവുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. 2018-19 കാലഘട്ടത്തിൽ നടക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് SIT അന്വേഷണം ചെല്ലുന്നു എന്നുള്ള ഘട്ടത്തിലാണ് തന്ത്രി കണ്ഠരര് രാജീവരെ ചോദ്യം ചെയ്തതും അദ്ദേഹം അറസ്റ്റിലാകുന്നതും പിന്നീട് ജയിലിൽ ആകുന്നതും. SITയുടെ അന്വേഷണത്തെക്കുറിച്ച് അന്ന് സമൂഹ മധ്യത്തിൽ വരെ വളരെ വ്യാപകമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യമെല്ലാം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന SITയുടെ അന്വേഷണം കുറ്റമറ്റതായിരുന്നു. പെട്ടെന്ന് പ്രതികളിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്ന ആളുകളിലേക്ക് എത്തുന്ന രീതിയായിരുന്നു SITയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ പിന്നീട് അതിൽ മുകളിലുള്ള ആളുകളിലേക്ക്, അതായത് പത്മകുമാറിലേക്കും പത്മകുമാറിൽ നിന്നും ദേവസ്വം കമ്മീഷണറിലേക്കും കമ്മീഷണറിൽ നിന്ന് പിന്നീട് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്കുമെല്ലാം അന്വേഷണം എത്തും എന്നുള്ളൊരു നിലയിലായി കഴിഞ്ഞപ്പോൾ ആ അന്വേഷണത്തിന് പിന്നീട് പഴയ ഊർജ്ജസ്വലത കണ്ടെത്താനായില്ല എന്നുള്ളൊരു ആക്ഷേപം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ആളുകൾ കോടതിയിൽ സ്വാഭാവിക ജാമ്യം നേടി പുറത്തു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. 90 ദിവസത്തിനകം അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലടച്ച ആളുകൾക്ക് എതിരെ കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായ ജാമ്യത്തിന് അവർ അർഹരാണ് എന്നുള്ളതിനാൽ തന്നെ SIT കുറ്റപത്രം സമർപ്പിക്കാതിരുന്നതിനാൽ അവർക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ തരുണത്തിലാണ് തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്യുന്നതും ഈ കേസിൻ്റെ വലിയ വഴിത്തിരിവായി അത് മാറ്റപ്പെടുന്നതുമെല്ലാം. ഈ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ തന്നെയാണ് തന്നെ ഈ മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലത്ത് ശബരിമലയിൽ തന്ത്രിയായി പരിഗണിക്കേണ്ടതില്ല എന്ന് ദേവസ്വം ബോർഡിന് തന്ത്രി കത്തെഴുതുന്നത്. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ജൂലൈ മാസത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിറ്റിംഗ് ഉണ്ടാകും എന്നതിനാൽ തന്നെ കോടതിയുടെ ഒരു തീരുമാനം അറിഞ്ഞതിന് ശേഷം തന്നെയായിരിക്കും തന്ത്രിയുടെ കത്തിന്മേൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനം കൈക്കൊള്ളുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് SIT നടത്തിയ അന്വേഷണത്തിൽ എവിടെയും ഒരു തുമ്പും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല പത്മകുമാറിൻ്റെ അറസ്റ്റോടുകൂടി അല്ലെങ്കിൽ പത്മകുമാറിൻ്റെ ജയിൽവാസത്തോടു കൂടി ആ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ പിന്നീട് മുകളിലേക്കുള്ള അന്വേഷണം നാം കണ്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. എന്തായാലും ഇപ്പോൾ ശബരിമല തന്ത്രിസ്ഥാനത്തേക്ക് തന്നെ പരിഗണിക്കേണ്ട എന്ന് തന്ത്രി കണ്ഠരര് രാജീവര് പറയുന്നതോടൊപ്പം കൂട്ടി വായിക്കപ്പെടേണ്ട മറ്റു പല കാര്യങ്ങൾ കൂടിയുണ്ട്.
വിവാദത്തിൽപ്പെട്ട് തന്ത്രി കണ്ഠരര് രാജീവരെ തന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ട എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായ ബ്രഹ്മദത്തിനെ തന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കണം. മാത്രമല്ല മേൽശാന്തി റിക്രൂട്ട്മെൻറ്റ്, അതായത് മേൽശാന്തിമാരെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിൽ അഭിമുഖം നടത്തി അവരെ അവരോധിക്കുന്നതിൽ ആ ഒരു ബോർഡിൽ പ്രധാനമായും ഉണ്ടായിരിക്കുക ശബരിമല തന്ത്രി തന്നെയാണ്. ആ ബോർഡിലും തന്നെ ഉൾപ്പെടുത്തേണ്ട, പകരം തൻ്റെ മകനെ ഉൾപ്പെടുത്തണം, ബ്രഹ്മദത്തിനെ ഉൾപ്പെടുത്തണം എന്നാണ് ഇപ്പോൾ തന്ത്രി കണ്ഠരര് രാജീവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന്മേൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കോടതിയുടെ തീരുമാനപ്രകാരം ഒരു തീരുമാനം കൈക്കൊള്ളും എന്നാണ്, അല്ലെങ്കിൽ കോടതിയുടെ അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം ഒരു തീരുമാനം കൈക്കൊള്ളും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇക്കുറി മണ്ഡല മകരവിളക്ക് മഹോത്സവകാലം ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിലേക്ക് പോകേണ്ടതില്ല എന്നാണ് കണക്ക് കൂട്ടപ്പെടുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെട്ടിരുന്ന മുരാരി ബാബു ഇതിനോടകം തന്നെ കാലഗതിയെ പ്രാപിക്കുകയുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം പിന്നീട് SIT അന്വേഷണം പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് പോകുന്നത് നമുക്ക് ആർക്കും കാണാൻ സാധിച്ചില്ല. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ കേസ് CBIക്ക് വിടണം എന്ന് ഒരു പറ്റം ആളുകൾ പറയുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ തിരിമറിയാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത്. ശാസ്താവിൻ്റെ ഉമ്മറ കട്ടിളപ്പടിയും ഉമ്മറ വാതിലും ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണപ്പാളിയും ഭഗവാന്റെ സ്വർണ്ണ രുദ്രാക്ഷവും ചൂരൽവടിയും അടക്കമുള്ള വസ്തുവകകൾ പുനർനിർമ്മിക്കുന്നതിലൂടെ കോടിക്കണക്കിന് സ്വർണത്തിൻ്റെ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ തിരിമറിയാണ് സന്നിധാനം കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്നത്. അന്ന് 2016 അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാർ 2 വട്ടം ഭരിക്കുമ്പോൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രതിനിധികളായ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറും ദേവസ്വം മന്ത്രിമാരുമെല്ലാം ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളികളാണ് എന്നുള്ള പൊതുജനത്തിൻ്റെ ആക്ഷേപം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ആരിലേക്കും ഈ SITയുടെ അന്വേഷണം കടന്നു ചെല്ലാതെ തന്ത്രിയിലെ കടന്നു ചെല്ലുന്നു, തന്ത്രിയെ ചോദ്യം ചെയ്യുന്നു, അറസ്റ്റ് ചെയ്യുന്നു, വീണ്ടും ജയിലിലടയ്ക്കുന്നു. ഇത്തരം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടാകുന്നത്. എന്തായാലും ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് ശബരിമലയുടെ അന്ന് ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിരുന്ന ദേവസ്വം വകുപ്പ് മന്ത്രിമാരെ ആരും തൊടാതെ ഉള്ള അന്വേഷണമാണ് SITയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിൻ്റെ പിറകിൽ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാറിയ സാഹചര്യത്തിൽ അയ്യപ്പ ഭക്തൻ കൂടിയായ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ പുതിയ UDF സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി ദേവസ്വം വകുപ്പ് മന്ത്രി K മുരളീധരനും അയ്യപ്പൻ്റെ വലിയ ഭക്തനാണ്. നിത്യവും അല്ലെങ്കിൽ എല്ലാ മണ്ഡലക്കാലത്തും ശബരിമലയിൽ സന്ദർശനം നടത്തുന്ന ആളുകളാണ് മുഖ്യമന്ത്രിയും ദേവസ്വം വകുപ്പ് മന്ത്രിയായ K മുരളീധരനുമെല്ലാം. ഇക്കാര്യത്തിൽ ഇനി ഇവരുടെ കാലത്തിൽ എന്ത് തരത്തിലുള്ള മാറ്റങ്ങളാണ് ശബരിമലയിൽ ഉണ്ടാവുക, ഏത് തരത്തിലുള്ള അന്വേഷണമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടക്കുക എന്നെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കുക.